യെസ് മക്കളെ, വെൽക്കം ബാക്ക്. ഇനി നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്റർ ആയ സുഖദുഃഖ് എന്ന കഥയിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ പ്രീവിയസ് ഇയേഴ്സിൽ നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു കവിത പഠിക്കുമ്പോൾ ആ കവിതയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് ആ കവിതയുടെ ആസ്വാദന ടിപ്പണി തന്നെയാണ്. അപ്പൊ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് മക്കളെ എല്ലാവരും തന്നെ ഈ ഒരു കവിതയുടെ ആസ്വാദന ടിപ്പണി പഠിച്ചിരിക്കുക. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. സുഖദുഃഖ് എന്ന കവിത നിന്ന് ഈ കവിതയുടെ ആസ്വാദന ടിപ്പണി വന്നിരിക്കും. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് കവിതയുടെ മുഴുവനായിട്ടുള്ള ആസ്വാദന ടിപ്പണി നോക്കാം. യെസ്, നമ്മൾ ആദ്യം ഒരു ആസ്വാദന ടിപ്പണി എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ആ കവിത എഴുതിയ കവിയെ കൂടി അവിടെ പരിചയപ്പെടുത്തിയിരിക്കണം കേട്ടോ. അപ്പൊ നോക്കാം. സുഖദുഃഖ് കവിത ശ്രീ സുമിത്രാനന്ദ പന്ത് കി ഹെ. സുഖദുഃഖ് എന്ന കവിത അവിടെ സുമിത്രാനന്ദൻ പന്തിന്റെയാണ്. ഇസ്മേം കവി ജീവൻ മേ സുഖ ദുഃഖ് ഹോനോ ധോനോ ഹോനേക്ക് ജറൂറത്ത് ബതാതെ. ഈ ഒരു കവിതയില് കവി നമ്മളോട് പറയുന്നത് ജീവിതത്തിലെ സുഖവും ദുഃഖവും ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകതയെ പറ്റിയിട്ടാണ്. യഹാ കവി കഹത്തെ സുഖ ദുഃഖേ മിലൻ സേ ജീവൻ പരിപൂർണ ഹോത്താ ഹെ. ഇവിടെ ഈ കവിതയിലൂടെ കവി പറയുന്നത് സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും കൂടിച്ചേരലോടുകൂടിയാണ് നമ്മുടെ ജീവിതം പരിപൂർണമാവുന്നത്. ജിസ് പ്രകാർ മേഘമേ ചന്ദ്രമ ഓജൽ ഹോ ജാത്ത ഹെ ഔർ ചന്ദ്രമ മേഘമേ ഉസി പ്രകാർ ദുഃഖ് ഔർ സുഖ് ദോനോ ജീവൻ മേ ആത്താ ഹെ. ഏത് പ്രകാരമാണോ മേഘങ്ങളാൽ ചന്ദ്രൻ മൂടപ്പെടുന്നത്, അതുപോലെ എങ്ങനെയാണോ ചന്ദ്രനാൽ മേഘങ്ങൾ മൂടപ്പെടുന്നത്, ഇതുപോലെ നമ്മുടെ ജീവിതത്തിലെ സുഖവും ദുഃഖവും മാറി മാറി വന്നുകൊണ്ടിരിക്കും. അതായത് ദുഃഖം വരുമ്പോൾ നമ്മൾ സുഖത്തെ മറക്കുന്നു, സുഖം വരുമ്പോൾ നമ്മൾ ദുഃഖത്തെയും മറക്കുന്നു. ജീവൻമേയും നിരന്തർ സുഖ ഔർ നിരന്തർ ദുഃഖ് ദോനോ പീഡാദേന വരെ. ജീവിതത്തിലെ കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴും നിരന്തരമായിട്ട് സുഖവും അല്ലെങ്കിൽ നിരന്തരമായിട്ടും ദുഃഖം വന്നാലും രണ്ട് നമുക്ക് നിരന്തരമായിട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ നമുക്ക് അതെന്തായിരിക്കും, നമ്മളെ അധികം വേദനിപ്പിക്കുന്ന ഒന്നായി മാറും പിന്നീട്. സുഖ ഹോ യാ ദുഃഖ് ദോനോ അധിക് ഹോനെ പർ വഹ ഹമേ ജ്യാദാ മുഷ്കിൽ മേ ഡാൽ ദേത്തെ ഹെ. അല്ലെ, അമിതമായാൽ അമൃതം വിഷം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും ഒരുപാടായിട്ടുണ്ടെങ്കിൽ അവ രണ്ടും നമ്മളെ ബുദ്ധിമുട്ടിലാക്കും. സൻസാർ സുഖ ഔർ ദുഃഖ് മേ ബാഡ് ജായും. നമ്മുടെ ലോകം എന്ത് ചെയ്യണം, സുഖത്തെയും ദുഃഖത്തെയും വീതിച്ചെടുക്കണം എന്ന് പറഞ്ഞിരുന്നത്. ധോനോ ക സന്തുലന അനിവാര്യ. രണ്ടും സന്തുലിതമായിട്ട് ഒരേപോലെ നമ്മൾ മാനേജ് ചെയ്ത് പോകേണ്ടത് അത്യാവശ്യമാണ്. കവിതാമേ കവിനെ നിശാ ദിവ വിരഹ് മിലൻ ഹാസ് അശ്രു ആദി പ്രതീകമൊക്കെ പ്രയോഗിക്കുക. അപ്പോൾ ഈ ഒരു കവിതയിൽ നമ്മള് സുഖത്തെയും ദുഃഖത്തെയും പ്രതികരിക്കാനായിട്ട് കവി നിശാ ദിവ വിരഹ് മിലൻ ഹാസ് അശ്രു എന്നിവ ഒരുപാട് പ്രതീകങ്ങളെ യൂസ് ചെയ്തിരുന്നെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ആസ്വാദന ടിപ്പണി എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ ഒരു മനസ്സിലാക്കേണ്ട കാര്യം, ഒരിക്കലും ഒരു കവിത മുഴുവൻ ആസ്വാദന ടിപ്പണി വരത്തില്ല. അതെങ്ങനെയാണ് വരുന്നതെന്ന് ചോദിക്കാം. പക്ഷെ പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മുഴുവനായിട്ടും പഠിച്ചു ചെയ്യണം. അപ്പൊ ആദ്യം നമ്മൾ 2016 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത് കേട്ടോ. ശ്രദ്ധിക്കുക. സൂചന സുഖ ദുഃഖ് കവിത की ये पंक्तियां पढ़े और 9 से 11 तक के प्रश्नों के उत्तर लिखे. യെസ്, നല്ലൊരു മോഡലാണ് കേട്ടോ ക്വസ്റ്റ്യന്റെ. അപ്പൊ ഇവിടെ നോക്കാം മക്കളെ. അതായത് കവിത മുഴുവനും ഇല്ല, ഒരു 4 5 വരി ഇതുപോലെ തരും. എന്നിട്ട് ആ വരിയെ ബേസ് ചെയ്തിട്ടായിരിക്കും തരുന്നത് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കുക. അവിരുത്ത് ദുഃഖേ ഉൽപീഡൻ അവിരുത്ത് സുഖബി ഉൾപ്പെടൻ. നിരന്തരമായ ദുഃഖവും നമുക്ക് വേദന നൽകുന്നു, നിരന്തരമായ സുഖവും നമുക്ക് വേദന നൽകുന്നു. സുഖ ദുഃഖി നിശാദിവാമേ സോത്താ ജഗ്താ ജഗജീവൻ. സുഖവും ദുഃഖവും ആവുന്ന രാത്രിയിലും പകലിലും നമ്മുടെ ജനം അല്ലെങ്കിൽ നമ്മുടെ ഭൂമി മീൻസ് നമ്മുടെ ലോകം ഉണരുകയും അത് തന്നെ ഉറങ്ങുകയും ചെയ്യുന്നു പറഞ്ഞു കേട്ടോ. ഓക്കെ, രാത് ദിൻ ആശയവാല ശബ്ദ ജോഡ കവിതാ സേ പഹചാൻകർ ലിഖേ. രാത് ദിൻ ആശയവാല ശബ്ദ ജോഡ, അതായത് രാത്രിയും ദിവസവും എന്നുള്ള ആശയം വരുന്ന ലൈൻസ് കവിതയിൽ നിന്നും എടുത്തെഴുതാനാണ് പറഞ്ഞത് കേട്ടോ. അതായത് ഡേ ആൻഡ് നൈറ്റ് ഈ അർത്ഥം വരുന്ന ആശയം വരുന്ന കവിതയുടെ പങ്ക്തിയാവും ലൈൻസ് എടുത്തതെന്ന് പറയുന്നത്. സിമ്പിൾ ആണല്ലേ, നമുക്ക് നോക്കാം ഏതാണെന്ന്. യെസ്, സുഖ ദുഃഖി നിശാ ദിവ കേട്ടോ. രാത് ദിൻ പറഞ്ഞ രാത് മീൻസ് നിശ, ദെൻ ദിൻ എന്ന് പറയുന്നത് ദിവ കേട്ടോ. സുഖ ദുഃഖി നിശ നിവാമി സോത്താ ജഗ്താ ജീവജീവൻ. സുഖം ദുഃഖവുമാവുന്ന രാത്രിയിലും ദിവസത്തിലും. സോത്താ ജഗ്ത, സോത്ത എന്ന് പറഞ്ഞാൽ ഉറങ്ങുക, ജഗ്ത എന്ന് പറഞ്ഞാൽ ഉണരുക. ജഗജീവൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ഭൂമിയിലെ മനുഷ്യരുടെ ജീവിതമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ ഈ ഒരു 2 മീനിങ്സ് വരുന്ന ലൈൻസ് എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ് കേട്ടോ. ദെൻ കവിതാമേ ദുഃഖ की विशेषता सूचित करने के लिए किस शब्द का प्रयोग किया है. ദുഃഖ് എന്നുള്ള വേർഡിന്റെ വിശേഷത സൂചിപ്പിക്കുന്ന, വിശേഷത സൂചിപ്പിക്കുന്നതിന് പറയുന്നത് നമ്മൾ അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ വിശേഷണമാണ് അല്ലെ. ഒരു വാക്കിന്റെ വിശേഷത പറയുന്നത് ആ വേർഡിന്റെ കൂടെയുള്ള അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ വിശേഷണം എന്ന് പറയും. അപ്പൊ ഇത് കാണുന്ന തന്നെ മക്കള് ദുഃഖിന്റെ മീനിങ്സ് എഴുതി വെക്കരുത്. ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഈ ഓപ്ഷൻസിൽ ഏതാണ് ദുഃഖത്തിന്റെ അഡ്ജക്റ്റീവ് ആയിട്ട് വരുന്നതാണ്. ഉൽപീഡനം ഉണ്ട്, അവിരത്തുണ്ട്, നിശാന്നുണ്ട് അല്ലെ. ഉൽപീഡനം എന്ന് പറഞ്ഞാൽ നമ്മൾ പീഡ അല്ലെ, പീഡനം എന്ന് പറയാം അല്ലെ, വേദന.
അവിരത് എന്ന് പറഞ്ഞാൽ നിരന്തരമായ, നിശ എന്ന് പറഞ്ഞാൽ രാത്രി എന്നാണ് അല്ലെ. അപ്പൊ നമ്മൾ ഈ കവിത നോക്കുക, കവിതയിലെ ദുഃഖം എന്നുള്ള വാക്ക് നോക്കുക, അതിന് എന്താണ് അഡ്ജക്റ്റീവ് ആയിട്ട് വന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കാണാം എന്തായിരുന്നു, അവിരത്ത് ദുഃഖ് എന്ന് കാണാം കേട്ടോ. അവിരത്ത് ദുഃഖ് എന്നാണ്. അപ്പോൾ ആ ഒരു വീട്ടില് ഇവിടെ നോക്കുമ്പോൾ ദുഃഖിന്റെ വിശേഷണം, അതായത് അഡ്ജക്റ്റീവ് ആയിട്ട് നിൽക്കുന്നത് അവിരത്താണ്. അപ്പൊ അതിന്റെ ആൻസർ വരുന്നത് മക്കളെ അവിരത്താണ് കേട്ടോ. നിരന്തരമായ ദുഃഖം എന്നാണ് കറക്റ്റ്. അപ്പോ നിരന്തരമായ ദുഃഖം എന്ന വീടിന്റെ വിശേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നിരന്തരം, അതായത് അവിരത്താണ് റൈറ്റ് ആൻസർ കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അവിരത്ത് ദുഃഖ ഹേ ഉൽപീഡൻ അവിരത്ത് സുഖബി ഉൽപീഡൻ. നിരന്തരമായ ദുഃഖവും നമുക്ക് വേദന നൽകുന്നു, നിരന്തരമായ സുഖവും നമുക്ക് വേദന നൽകുന്നു. കവിനെ ഏസാ ക്യോ കഹാ ഹോഗ. എന്തുകൊണ്ടായിരിക്കും കവി ഇങ്ങനെ പറഞ്ഞേക്കുന്നത്? ടിപ്പണിലേക്ക് ഒരു ആശയം എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. 3 മാർക്കും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആട്ടോ, ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കുക. മാനവ ജീവൻ സുഖ ദുഃഖ ആങ്ക് മിച്ചൗനി ഗേൽ ഹേ. മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും ആങ്ക് മിച്ചോനി എന്ന് പറയുന്നത് കണ്ണുപൊത്തി കളിയാന്ന് പറയാം അല്ലെ. സുഖ ദുഃഖ മിലൻ സേ ഹി ജീവൻ പരിപൂർണ്ണ ബനേക. സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും കൂടിച്ചേരൽ, മിലൻ എന്ന് പറഞ്ഞാല് കൂടിച്ചേരലോടുകൂടിയാണ് നമ്മുടെ ജീവിതം പരിപൂർണമാകുന്നത്. മാനവ് ഹമേഷ ബദലാവ് ചാത്തേ. മനുഷ്യൻ എപ്പോഴും ചേഞ്ച് അല്ലെ, ചേഞ്ച് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അല്ലെ. ഏക് ഹി സ്ഥിതി മേ രഹനെ സേ ഉനി നിരാശാവതി. എപ്പോഴും ഒരേ സ്റ്റേറ്റിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്, മനുഷ്യർക്ക് ബോറടിക്കും അല്ലെ. ജീവൻ കെ അസ്ലിയത്ത് പഹച്ചാനെ കെ ലിയേ ഇൻ ദോനോ കാ ജീവൻ മേ ഹോന അനിവാര്യ ഹേ. ജീവിതത്തിന്റെ യാഥാർത്ഥ്യം പഹച്ചാനെ, മനസ്സിലാക്കാനായിട്ട് സുഖവും ദുഃഖവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. ജീവൻ കാ അസലി മുഖ് സുഖ ദുഃഖ പൂർണ്ണ. ജീവിതത്തിന്റെ യഥാർത്ഥ മുഖം എന്നുള്ളത് സുഖവും ദുഃഖവും മിക്സ് ആയിട്ടുള്ള രണ്ടും കൂടിച്ചേർന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ മുഖം കേട്ടോ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നമുക്ക് ഇനി 2017 ക്വസ്റ്റ്യൻസിലൂടെ പോവാം. എഗെയിൻ നോക്കുക, ചോദിച്ചേക്കാണ് അല്ലെ. അവിരത്ത് സുഖബി ഉൽപീഡൻ അവിരത്ത് ദുഃഖബി ഉൽപീഡൻ കഹനേക്ക താല്പര്യ ക്യാ ഹേ. എഗെയിൻ ചോദിച്ചേക്കാണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. 2016 ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നിരന്തരമായ സുഖവും നമുക്ക് വേദന നൽകുന്നു, നിരന്തരമായ ദുഃഖവും നമുക്ക് വേദന നൽകുന്നു പറഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പൊ റീക്വസ്റ്റ്യൻ ആണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ പോവാണ്. സുഖ ദുഃഖ ഹി സിക്കയ്ക്ക് ദോ പഹലു ഹേ കാരൺ ക്യാ ഹേ. സുഖ ദുഃഖം എന്നുള്ളത് ഒരു കൊയിന്റെ സിക്കയ്ക്ക് ദോ പഹലു, 2 ഭാഗങ്ങളാന്ന് പറഞ്ഞിട്ട് അല്ലെ. അതിന് റീസൺ എന്താണെന്ന് വെച്ചാൽ 4 മാർക്ക് ചോദിച്ചിരുന്ന നല്ല ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, സുഖ ദുഃഖ മിലൻ സേ ജീവൻ കെ പരിപൂർണ്ണ ഹോത്തായ. അപ്പൊ ജീവിതം എന്ന് പറയുന്നത് സുഖത്തിന്റെ ദുഃഖം, അതായത് സുഖം ദുഃഖം എന്ന് പറയുന്ന ജീവിതത്തിന്റെ ഒരു കോയിന്റെ 2 വശങ്ങളാണെന്ന് പറയാനുള്ള കാരണം പറയുന്നത് സുഖ ദുഃഖ മിലൻ സേ, സുഖ ദുഃഖവും കൂടിച്ചേരുമ്പോഴാണ് ജീവൻ പരിപൂർണ്ണ ഹോത്തായ, ജീവിതം നമ്മുടെ ലൈഫ് ഫുൾഫിൽ ആവുന്നില്ല, പരിപൂർണമാവുന്നത്. ജീവൻ മേ നിരന്തര സുഖ और നിരന്തര ദുഃഖ दोनों पीड़ा देने वाले. നമ്മുടെ ജീവിതത്തിലെ നിരന്തരമായ സുഖവും നിരന്തരമായ ദുഃഖവും രണ്ടും എന്ത് ചെയ്യുന്നു, നമുക്ക് വേദന നൽകുന്നു. സുഖ ഹോ യാ ദുഃഖ दोनों अधिक होने पर वह हमें ज्यादा मुश्किल में डाल सकते हैं. സുഖമായാലും ദുഃഖമായാലും അത് അധികമായാലും എന്ത് ചെയ്യും, നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. दोनों का संतुलन अनिवार्य. രണ്ടും ആ സമാസമം ഒരേപോലെ പോകേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് എന്ത്, സുഖവും ദുഃഖവും ജീവിതമായ നാണയത്തിന്റെ 2 വശങ്ങളാണെന്ന് പറയാൻ കാരണം. 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കിയത്. ഓക്കെ, നെക്സ്റ്റ് ഒരു നമുക്ക് താലിക എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ടേബിളിനെയാണ് താലിക എന്ന് പറയുന്നത്. അപ്പൊ താലിക പൂർത്തിക്കര എന്ന് പറഞ്ഞാൽ ടേബിള് നമുക്ക് തന്നിട്ടുള്ള ഒന്നിന്റെ ആൻസർ ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ തരാത്തതിനുള്ള ആൻസർ തന്നിട്ടുള്ള ഈ ഒരു ബോക്സിൽ നിന്ന് എടുത്ത് എഴുതിയാൽ മതി. സിമ്പിൾ ആണ് കേട്ടോ. അപ്പൊ അവിരത്ത് എന്ന് പറയുന്നത് ആസ്മാന്റെ അർത്ഥം അറിയാലോ, ആകാശ്, സ്കൈ അല്ലെ. അപ്പൊ അവിരത്ത് എന്നതിന്റെ വാക്കിന്റെ മീനിങ് എഴുതിയാൽ മതി. അപ്പൊ മീനിങ് നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം ബോക്സിൽ തന്നെ മീനിങ് ഒന്ന് പറയാം. പീഡ എന്ന് പറഞ്ഞാൽ വേദന, പ്രഭ് എന്ന് പറഞ്ഞാൽ ക്രമീകരണങ്ങൾ, നിരന്തരം എന്ന് പറഞ്ഞാൽ കണ്യൂസ് ആയിട്ടുള്ള അല്ലെ. ഓക്കെ, അപ്പൊ അവിരത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, കണ്യൂസ് ആയിട്ടുള്ള നിരന്തരം തന്നെയാണ്. അപ്പൊ ആൻസർ ഇത് വരും, അവിരത്തിന്റെ ആൻസർ വരുന്നത് നിരന്തരമാണ്. ദെൻ ഇന്തസാം കർണ എന്ന് പറഞ്ഞാണ് അറേഞ്ച്മെന്റ് ചെയ്യുക, ക്രമീകരിക്കുന്നതാണ്. അതിന് ആൻസർ വരുന്നത് എന്താണ്, പ്രബന്ധാണ് കേട്ടോ. അപ്പൊ പ്രബന്ധാണ് രണ്ടാമത്തെ ആൻസർ. സിമ്പിൾ ആണ്, 2 മാർക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, ദെൻ നമ്മൾ 2018 വരുവാണ്. 2018 ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നോക്കുക. സുഖ ദുഃഖ കി കവിത കി പങ്ക്തിയാ പടേ. സുഖ ദുഃഖിന്റെ കവിതയിലെ ഈ ലൈൻസ് വായിക്കുക. 4 से 6 तक के प्रश्नों के उत्तर लिखे. 4 മുതൽ 6 വരെയുള്ള ക്വസ്റ്റ്യൻസിന്റെ ഉത്തരം എഴുതുക. സുഖ ദുഃഖ കെ മധുര മിലൻ സേ യഹ് ജീവൻ ഹോ പരിപൂർണ്ണ. സുഖ ദുഃഖത്തിന്റെ മധുര മിലൻ സേ യഹ് ജീവൻ ഹോ, അതായത് സുഖം ദുഃഖവും കൂടി ചേരുമ്പോഴാണ് ജീവിതം പരിപൂർണമാവുന്നത്. ഫിർ ഘൻ മേ ഓജൽ ഹോ ശശി ഫിർ ശശി മേ ഓജൽ ഹോ ഘൻ. ആദ്യം എന്തായിരുന്നു, മേഘങ്ങളാൽ ചന്ദ്രനെ മറയ്ക്കുന്നു അല്ലെ. പിന്നീട് ചന്ദ്രനാൽ മേഘങ്ങളും മറയപ്പെടുന്നു. ഓക്കെ, ചോദ്യം നോക്കുക. അപ്രത്യക്ഷ കെ അർത്ഥമേ പ്രയുക്ത ശബ്ദ ഹേ ഡാഷ് അല്ലെ. അപ്രത്യക്ഷ എന്ന അർത്ഥം വരുന്ന, അപ്പോ ആ ഒരു അർത്ഥം വരുന്ന ശബ്ദം ഏതാണെന്ന്, അപ്രത്യക്ഷം എന്നതിന്റെ വീടിന്റെ അർത്ഥം വരുന്ന ശബ്ദം ഏതാണെന്ന് നമ്മൾ തന്നിട്ടുള്ള ഓപ്ഷൻ എടുത്താൽ മതി.
അപ്പോൾ ഞാൻ ഓരോ ഓപ്ഷന്റെ മീൻസ് എന്ന് പറയാം. ശശി എന്ന് പറഞ്ഞാൽ നമ്മളെ മൂണാണ്, ഓജൽ എന്ന് പറഞ്ഞാൽ അപ്രത്യക്ഷമാവുക, മിലൻ എന്ന് പറഞ്ഞാൽ കൂടിച്ചേരുക, പരിപൂർණ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആവുക എന്നർത്ഥം അല്ലെ. ഓക്കെ, അപ്പൊ അപ്രത്യക്ഷം എന്ന് പറയുന്ന വേർഡിന് കറക്റ്റ് ആയിട്ട് അർത്ഥം വരുന്ന വേർഡ് എടുത്ത് ഈ ഒരു ഓപ്ഷൻസ് നമുക്ക് എടുത്ത് എഴുതിയാൽ മതി. സിമ്പിൾ ക്വസ്റ്റൻ ആണ് അല്ലെ. അപ്പൊ അപ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൻവിസിബിൾ ആവുക. അപ്പൊ അതിന്റെ അർത്ഥം വരുന്നത് എന്താണ്? യെസ്, ഓപ്ഷൻ ബി ആണ് ആൻസർ ഇടുന്നത് കേട്ടോ. ഓജലാണ് 1 മാർക്കിനുള്ള ക്വസ്റ്റൻ ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് സുഖദുഃഖ കവിത കിസ്കി രചനായി അല്ലെ. ഭയങ്കര ടഫ് ക്വസ്റ്റൻ അല്ലെ. സുഖദുഃഖ എന്നുള്ള കവിത ആരുടെ രചനയാണെന്നാണ്? ദ്വാരിക പ്രസാദ് മഹേശ്വരിയുടെ ആണോ, സുമിത്രാനന്ദ ബന്ദിന്റെ ആണോ, ഹരിസ് റായ് ബച്ചന്റെ ആണോ, രാംനരേഷ് ത്രിപാഠിയുടെ ആണോ? അല്ലെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ബി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സുമിത്രാനന്ദൻ പന്തിന്റെ ആണ് കേട്ടോ. മക്കളെ ഈ ഒരു ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്തായാലും ഷുവർ ക്വസ്റ്റ്യൻ ആണ്, 1 മാർക്കിന് ചോദിച്ചിരിക്കും കേട്ടോ. ഓക്കെ, ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ജീവൻ കൈസേ പരിപൂർണ്ണ ഹോത്താ ഹേ. ജീവൻ കൈസേ നമ്മുടെ അത്യാവശ്യം നമ്മുടെ അസൈൻമെന്റ് പഠിക്കുവാണെങ്കിൽ പിന്നെ നമ്മുടെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിരുന്ന എല്ലാ 1 വേർഡ് ക്വസ്റ്റ്യൻസും നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ജീവൻ കൈസേ പരിപൂർണ്ണ ഹോത്താ ഹേ കഴിഞ്ഞുപോയ ഒരുപാട് ആൻസേഴ്സിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്. ജീവൻ കൈസേ പരിപൂർണ്ണ ഹോത്താ ഹേ. യെസ്, സുഖ ദുഃഖക്കെ മിലൻ സേ. സുഖവും ദുഃഖവും കൂടി ചേരുമ്പോഴാണ് ജീവൻ പരിപൂർണ്ണ ഹോത്താ ഹേ, ജീവൻ കംപ്ലീറ്റ്, നമ്മുടെ ജീവിതം കംപ്ലീറ്റ് ആവുന്നത്. നോക്കാം, നെക്സ്റ്റ് 2022-ലെയാണ്. അപ്പോൾ 2020-ഉം 2021-ഉം ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലേ എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വരാം. ആ സമയത്ത് കൊറോണ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ അല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ 2022 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സുഖദുഃഖ കവിതക യഹ അംശപ്പെടുകയും തന്നിട്ടുള്ള സുഖദുഃഖ കവിതയുടെ ഈ ഭാഗം വായിക്കുക. നൗസേ ഭാരതക്കെ പ്രശ്നമൊക്കെ ഉത്തരലകയും 9 മുതൽ 12 വരെ തന്നിട്ടുള്ള ചോദ്യങ്ങളുടെ ഉത്തരം എഴുതുക. ഓക്കെ, സുഖദുഃഖ കെ മധുർ മിലൻ സേ യഹ് ജീവൻ പരിപൂർണ്ണ, ഫിർ ഘൻ മേ ഓജൽ ഹോ ശശി, ഫിർ ശശി മേ ഓജൽ ഹോ ഘൻ. നോക്കുക, എന്താ അർത്ഥം അറിയാമല്ലോ അല്ലെ. സുഖദുഃഖയും മധുർ മിലൻ സേ, സുഖത്തിന്റെ ദുഃഖത്തിന്റെയും കൂടിച്ചേരലാണ് നമ്മുടെ ജീവിതം കംപ്ലീറ്റ് ആവുന്നത്. ആദ്യം ചന്ദ്രൻ മേഘങ്ങളാൽ മറയപ്പെടുകയും പിന്നെ മേഘങ്ങൾ ചന്ദ്രനാൽ മറയപ്പെടുകയും ചെയ്യുന്നു. നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻസ് നോക്കുക. സുഖദുഃഖ് കിസ്കി കവിതായ, ആരുടെ കവിതയാണ് അല്ലെ. എഗെയിൻ ആൻഡ് എഗെയിൻ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആരുടെയാണ്? ഓപ്ഷൻസ് ഉണ്ട്. സിമ്പിളായിട്ട് നമുക്ക് പറയാം എന്താണ്? സുമിത്രാനന്ദ ബന്ദിന്റെ ആണ് ആൻസർ വന്നിരിക്കുന്നത് കേട്ടോ. സുമിത്രാനന്ദ ബന്ദിന്റെ കവിതയാണ് സുഖദുഃഖ്. ഓക്കെ, നെക്സ്റ്റ് നോക്കുക. ജീവൻ കബ് പരിപൂർണ്ണ ഹോ ജാതാ ഹൈ. എഗെയിൻ അല്ലെ, റീ വന്നേക്കുവാണ്. ജീവൻ കബ് പരിപൂർണ്ണ ഹോതാ ഹൈ. സുഖവും ദുഃഖവും കൂടി ചേരുമ്പോഴാണ് നമ്മുടെ ജീവിതം പരിപൂർണമാകുന്നത്. നമ്മൾ ഒരു തവണ പറഞ്ഞിട്ടാണ് വീണ്ടും എഴുതാത്തത് കേട്ടോ. കവിതാമേ ഘൻ ഔർ ശശി കിൻ കിൻ കെ പ്രതീക് ഹൈ. വേറെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ. കവിതയില് ഘന്നും ശശിയും എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നതാണ് ചോദിക്കുന്നത് അല്ലെ. സിമ്പിൾ ആണ് അല്ലെ. ഘൻ എന്ന് പറയുന്ന ദുഃഖിനെയും ശശി എന്ന് പറയുന്ന സുഖത്തിനെയും സൂചിപ്പിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. കവി ഔർ കവിതാ കാ പരിചയ ദേത്തെ ഹുए കവിതാംശ കാ ആശയ ലിഖിए. കവിയെയും കവിതയെയും പരിചയപ്പെടുത്തിക്കൊണ്ട്. മക്കളെ, ഇൻ കേസ് ഇതുപോലെ കുറച്ച് വരി തന്നിട്ട് നിങ്ങളുടെ ചോദിക്കുകയാണെങ്കിൽ ആ തന്നിട്ടുള്ള വരികളുടെ ആശയം മാത്രം നിങ്ങൾ എഴുതിയാൽ മതിയാവും. അപ്പൊ നോക്കുക, പക്ഷെ എങ്ങനെ എഴുതണം? ആശയത്തിന് മുന്നേ കവി ആരാണ്, കവിത ഏതാണെന്ന് നമ്മൾ എഴുതിയിരിക്കണം. നമ്മുടെ നമുക്കൊരു ലക്ക് എന്ന് പറയാനായിട്ട് നമുക്ക് ആദ്യമേ പഠിക്കാനുള്ളത് ഒരൊറ്റ കവിത മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പോൾ ആദ്യ ചാപ്റ്റർ ശംഷ, രണ്ടാമത്തത് ഖ്യാൻമാർ, മൂന്നാമത്തെയാണ് നമുക്ക് സുഖദുഃഖ്, നാലാമത്തത് പിതാക്ക പ്രാശത്ത്. അപ്പൊ നമുക്ക് ആകെ ഒരു കവിതയേ ഉള്ളൂ. അപ്പൊ എല്ലാവരും പഠിച്ചു നോക്കുക എന്താണ്? സുഖദുഃഖ് എന്നൊരു കവിത മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പൊ കവിത ഏതാന്ന് വെച്ചിട്ട് എന്ത് എഴുതിയാൽ മതി? സുഖദുഃഖ് എഴുതിയാൽ മതി. എഴുതിയിരിക്കുന്ന കവി സുമിത്രാനന്ദ ബന്ദാണ് കേട്ടോ. അപ്പൊ അത് മാത്രം നമ്മളൊന്ന് ഓർത്തിരിക്കുക. സിമ്പിൾ ആയിട്ട് എന്റെ ആൻസർ എഴുതാൻ പറ്റും. ഓൾറെഡി നമ്മുടെ കവിതയുടെ ആശയം പറഞ്ഞതാണ്. അപ്പൊ തന്നിട്ടുള്ള ലൈൻസിന്റെ ആശയം മാത്രം ഇവിടെ എഴുതിയാൽ മതിയാകും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ ഒരു സഹിമിലനിലോട്ടാ പോകുന്നത്. സഹിമിലൻ കരെന്ന് പറഞ്ഞാൽ മാച്ച് ദ ഫോളോയിങ് ആണ്. തന്നിട്ടുള്ള ഓപ്ഷൻസിന് നേരെ ഇവയ്ക്ക് അനുയോജ്യമായത് ഇപ്പുറത്ത് നിന്ന് നേരെ എടുത്ത് എഴുതിയാൽ മതി. ജീവൻ ജീവിതമാണ്, ഓജൽ അപ്രത്യക്ഷമാവുക, ശശി മൂൺ അല്ലെ, ചന്ദ്രൻ ഘൻ എന്ന് പറഞ്ഞാൽ മേഘമാണ് അല്ലെ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം. നെക്സ്റ്റ് നമ്മുടെ മീനിങ്സ് ഒന്ന് പറഞ്ഞു പോവാം. ബാദൽ മേഘമാണ്, സിന്ദഗി ലൈഫ്, അപ്രത്യക്ഷ എന്ന് പറഞ്ഞാൽ അപ്രത്യക്ഷ മീൻസ് അപ്രത്യക്ഷ, അച്ഛ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ അല്ലെ. ഓക്കെ, അപ്പൊ ജീവന് നേരെ ഇത് വരും, ജീവന് നേരെ സിന്ദഗി വരും. ദെൻ ഓജൽ നേരെ അപ്രത്യക്ഷ വരും, ശശിക്ക് നേരെ വരുന്നത് എന്താണ്? ചാന്ത് വരും, ഘൻ നേരെ ബാദൽ വരും കേട്ടോ. ഓക്കെ, അപ്പൊ ഇങ്ങനെ സഹി മിലൻ കര എന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഷുവറായിട്ട് പ്രതീക്ഷിക്കാം. നമ്മുടെ ചാപ്റ്ററിലുള്ള ഓരോ വേർഡ്സിന്റെ മീനിങ്സ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു നോക്കുക. അപ്പൊ സമാനാർത്ഥ ശബ്ദമൊക്കെ നമ്മൾ ഒരു ഓൾറെഡി പഠിച്ചാണ് അല്ലെ. സമാനാർത്ഥ് പഠിച്ചു വെക്കാം കേട്ടോ. അപ്പൊ ഇത് ഓരോ ക്വസ്റ്റ്യൻ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. 4 മാർക്കിന് ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരു ആൻസറിന് 1 മാർക്കാണ്. 4 4 മാർക്ക് നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് നേടാൻ പറ്റും കേട്ടോ. അപ്പൊ ഇതൊരു ഓർ ക്വസ്റ്റ്യൻ ആണ്. ഒന്നില്ലെങ്കിൽ നമുക്ക് ആ ഒരു കവിതയുടെ ആശയം എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു താളിക, ഈ ഒരു പട്ടിക നിങ്ങൾക്ക് മാച്ച് ദ ഫോളോയിങ് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് 2013 2013 അല്ല 2023 ആണോ നോക്കുക. സൂചന സുഖദുഃഖ കവിത की ये पंक्तियां पढ़े और 8 से 11 तक के प्रश्नों के उत्तर लिखें. സുഖദുഃഖ എന്ന കവിത വായിച്ചിട്ട് തന്നിട്ടുള്ള വരികൾ വായിച്ചിട്ട് 8 മുതൽ 11 വരെയുള്ള പ്രശ്നങ്ങളുടെ ചോദ്യങ്ങൾ ഉത്തരം എഴുതാനാണ്. സുഖദുഃഖ के मधुर मिलन से यह जीवन हो परिपूर्ण.
ഫിർ ഗൻ മേ ഓജൽ ഹോ ശശി ഫിർ ശശി മേ ഓജൽ ഹോ ഗൻ. മക്കൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ലൈൻസ് തന്നെയാണ് എഗെയിൻ ആൻഡ് എഗെയിൻ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളതും ഈ ഒരു ലൈൻ തന്നെയാണ്. ഇൻ കേസ് വേറെ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. അതാണ് ഞാൻ മുഴുവനായിട്ട് ആശയം പഠിച്ചു വെക്കാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ, ചോദിച്ചൊന്ന് ക്വസ്റ്റ്യൻ നോക്കുക. അപ്രത്യക്ഷ സമാനാർത്ഥ ശബ്ദ ചുരുക്കത്തിലേക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾ ബൈഹാർട്ട് ആക്കിയിട്ടുണ്ടാവും. അപ്രത്യക്ഷം എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഓപ്ഷൻസ് ഒന്നും വായിക്കേണ്ട ആവശ്യമില്ല. ഓപ്ഷൻസ് ഇല്ലെങ്കിൽ നമ്മൾ എഴുതും. എന്താണ് ആൻസർ? ഓജൽ കേട്ടോ. ഓജലാണ് അപ്രത്യക്ഷമാവുന്നതിന്റെ അർത്ഥം വരുന്നത് കേട്ടോ. ഓജൽ അപ്രത്യക്ഷം ഓർത്ത് നോക്കാം കേട്ടോ. ഓക്കെ, മധുരം എന്ന് പറഞ്ഞാൽ അറിയാലോ, മധുരം മാധുര്യമുള്ള എന്നല്ലേ. പരിപൂർണ്ണം എന്ന് പറഞ്ഞാൽ ഫുൾഫിൽ ആവുക, മിലൻ എന്ന് പറഞ്ഞാൽ കൂടിച്ചേർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സുഖ ദുഃഖ മധുര മിലൻ സേ ക്യാ പരിപൂർണ്ണ വെച്ചത്. ഇത് നമുക്കൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണല്ലേ. ഇത്ര നേരം എങ്ങനെ വെച്ചത്? ജീവൻ കൈസേ പരിപൂർണ്ണ ഹോത്തെ, ജീവിതം എങ്ങനെയാണ് പരിപൂർണമാവുന്ന ചോദിച്ചെങ്കിൽ ഇവിടെ നമുക്ക് നേരെ തിരിച്ചു ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ജീവിതം എങ്ങനെയായിരുന്നു പരിപൂർണമാവുന്നത്? സുഖ ദുഃഖയും മധുര മിലൻ സേ എന്ന് ഇത്രയും നമ്മൾ ക്വസ്റ്റ്യൻസിൽ കണ്ടു അല്ലെ. പക്ഷെ ഇവിടെ ചോദിച്ചു നോക്കിക്കേ, സുഖ ദുഃഖയും മധുര മിലൻ സേ ക്യാ പരിപൂർണ്ണ, സുഖവും ദുഃഖവും കൂടിച്ചിരുമ്പോൾ എന്താണ് ഫുൾഫിൽ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആവുമെന്ന് ചോദിക്കുകയാണല്ലേ. ഓക്കെ, അത് ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. നേരെ തിരിച്ചു വെച്ചേക്കാം കേട്ടോ. സിമ്പിൾ അല്ലേ? ജീവൻ അല്ലേ, നമ്മുടെ ജീവിതമാണ് പരിപൂർണമാവുന്നത്. ഘൻ ഔർ ശശി കിൻകെ പ്രതീകേ. ഘൻ, ഘൻ എന്തിന്റെ പ്രതീകമാണ്? ശശിന്റെ പ്രതീകം. സിമ്പിൾ അല്ലേ. ഘൻ എന്ന് പറയുമ്പോൾ മേഘം ദുഃഖത്തിനെയും ശശി സുഖത്തിനെയും. എഗെയിൻ റീക്വസ്റ്റൻ ആണ് കേട്ടോ. 2 മാർക്കും ചോദിച്ചിട്ടുള്ളതാണ്, ഒരെണ്ണത്തിന് 1 മാർക്ക് കേട്ടോ. ഓക്കെ, ദെൻ കവി ഔർ കവിതാക്കെ പരിചിതത്തെ ഹുവേ കവിതാംശക ആശലയും. തന്നിട്ടുള്ള ആ കവിയെ വരികൾ വായിച്ചിട്ട് കവിയെയും കവിതയും പരിചയപ്പെടുത്തിക്കൊണ്ട് ആശയം എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ 2 മാർക്കാണ്, പക്ഷെ ഇതിന് ചോദിക്കാം 4 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ ചോദിക്കുന്നത്. 2018 നെക്സ്റ്റ് നോക്കാം. 2021 വന്നിരിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. സുഖ ദുഃഖ കവിതാക്കി ഏ പങ്ക്തിയാ പടേ പ്രശ്ന 16 से 17 के उत्तर लिखे. ശ്രദ്ധിക്കുക. അവിരത് ദുഃഖേ ഉൽപീഡൻ അവിരത് സുഖബി ഉൽപീഡൻ. നിരന്തരമായ ദുഃഖവും നമുക്ക് വേദനയാണ്, നിരന്തരമായ സുഖവും നമുക്ക് വേദനയാണ്. ദുഃഖ സുഖി നിശാ ദിവാമി സോത്താ ജഗത്താ ജീവൻ. നമ്മുടെ സുഖവും ദുഃഖവും ആവുന്ന രാത്രിയിലും പകലിലും ജനജീവിതങ്ങൾ എന്താണ്? ഉണരുകയും എഴുന്നേൽക്കുകയും ഉണരുകയും ചെയ്യും അല്ലെ. ക്വസ്റ്റ്യൻ നോക്കുക. സുഖ ദുഃഖ കിസ്കി കവിതായെ. ഇപ്പൊ എല്ലാവർക്കും ഇപ്പോൾ ബൈഹാർട്ടാണ് പ്രതീക്ഷിക്കുന്നത് അല്ലെ. ആരുടെ കവിതയാണ്? സുമിത്രാനന്ദൻ പറഞ്ഞ കവിതയാണ്. നമ്മൾ ഇനി ഓപ്ഷൻസ് വായിച്ചു നോക്കേണ്ട ആവശ്യം മക്കളെ ഇല്ല അല്ലെ. ദെൻ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. സമാനാർത്ഥവാദ ശബ്ദം കാപ്പിലും കയറി. ഒരേ അർത്ഥം വരുന്ന വാക്കുകൾ എഴുതാനാണ് പറയുന്നത് അല്ലെ. അപ്പൊ അവിരത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അവിരത്ത് മീൻസ് നിരന്തരമാണ് അല്ലെ. ഉൽപീഡം എന്ന് പറഞ്ഞാൽ അല്ലെ. അവിരത്ത് മീൻസ് നിരന്തരമായിട്ടുള്ള കണ്ണായിട്ടുള്ള ഉൽപീഡൻ. വേദന. നിശ എന്ന് പറഞ്ഞാൽ രാത്രിയാണ് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം ആൻസർ നോക്കാം. ഓക്കെ, അവിരത്ത് എന്ന് പറഞ്ഞാൽ നിരന്തരം വരുന്നു. ഉൽപീഡൻ എന്ന് പറഞ്ഞാൽ പീഡ. നിശ എന്ന് പറഞ്ഞാൽ രാത്രി വരും. ദിവ എന്ന് പറഞ്ഞാൽ തിങ്കൾ. സിമ്പിൾ ആണ് അല്ലെ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് സുഖദുഃഖ എന്ന കവിത നമുക്ക് ചോദിച്ചിട്ടുള്ളത്. സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു 6-7 മാർക്ക് ഒരു ചാപ്റ്റർ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാ മക്കളും നന്നായിട്ട് പഠിക്കുക. അതിനുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് സാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നമ്മൾ ഓൾമോസ്റ്റ് ഒരു കഴിഞ്ഞ ഒരു 4-5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളിപ്പോൾ ഫോളോ ചെയ്ത് കഴിഞ്ഞു, കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാം. എല്ലാ മക്കളും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.